നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ്. രോഗസാധ്യത കൂടിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശം. കട്ടപ്പന 20 ഏക്കർ പാലവുമായി ബന്ധപ്പെട്ട CPM നഗരസഭയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്നതിൽ നഗരസഭ അന്തിമ തീരുമാനമടക്കം എടുത്തിരുന്നു. പാലം നിർമ്മാണം നടക്കുകയില്ലെന്ന് കാണിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് CPM എന്നും ജോയി വെട്ടിക്കുഴി. മൂന്നാർ MRS സ്കൂളിലും ഹോസ്റ്റലിലും ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. പരിശോധന നടന്നത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി. കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായി സബ് കളക്ടർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ബോർഡ് അംഗങ്ങളായ 3 പേർ രാജിവെച്ചു. ഭരണസമിതി അംഗങ്ങളുടെ രാജി അഴിമതി സംബന്ധമായ പരാതികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ്. കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ ഇറങ്ങുകയോ കളിക്കുകയോ കുളിക്കുകയോ കൈകാലുകളും മുഖവും കഴുകുകയോ ചെയ്യാൻ പാടില്ല. രോഗസാധ്യത കൂടിയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. എലി, അണ്ണാൻ, പൂച്ച, പട്ടി, മുയൽ, കന്നുകാലികൾ തുടങ്ങിയവയുടെ വിസർജ്യങ്ങൾ കലർന്ന ജലവുമായി സമ്പർക്കം ഉണ്ടാകുന്നതും രോഗാണു കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിക്കുന്നതും എലിപ്പനിക്ക് കാരണമാകും. വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നവർ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, മാധ്യമപ്രവർത്തകർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഓടകളിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ, മൃഗപരിപാലകർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി രോഗബാധയേൽക്കാൻ സാധ്യത കൂടിയവർ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഡോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കും. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കയ്യുറയും കാലുറയും ധരിക്കുന്നത് അഭികാമ്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ സംസ്കരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി ഉപയോഗിക്കുക. അവൽ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയുള്ള സാഹചര്യത്തിൽ തയ്യാറാക്കിയവ മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണം. ശീതളപാനീയ കുപ്പികളും പാക്കറ്റുകളും കുടിവെള്ള കുപ്പികളും മറ്റ് ഭക്ഷണ പാക്കറ്റുകളും എലി കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്താൻ കച്ചവടക്കാർ ശ്രദ്ധിക്കണം. ഇത്തരം പാക്കറ്റുകളും കുപ്പികളും വൃത്തിയാക്കിയ ശേഷം പൊട്ടിച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. പനി, തലവേദന, കാലുകളിലെ പേശികളിൽ വേദന, കണ്ണിന് മഞ്ഞ ചുവപ്പ് നിറം, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ കടുത്ത നിറം എന്നിവയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പനിയോടൊപ്പം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കണ്ടാൽ എലിപ്പനി സംശയിക്കാം. രോഗം ഗുരുതരമായാൽ മരണം സംഭവിക്കാം. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടണം. ഡോക്ടറോട് ജോലി ചെയ്ത ഇടത്തെക്കുറിച്ച് പറയുകയും അസുഖവിവരം അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യണം. സ്വയം ചികിത്സ പാടില്ലെന്നും പൂർണ്ണ വിശ്രമം അനിവാര്യമാണെന്നും DMO അറിയിച്ചു. കട്ടപ്പന 20 ഏക്കർ പാലവുമായി ബന്ധപ്പെട്ട CPM നഗരസഭയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്നതിൽ നഗരസഭ അന്തിമ തീരുമാനമടക്കം എടുത്തിരുന്നു. സ്ഥലം വിട്ടു നൽകിയാൽ ഹൈവേ നിർമ്മാതാക്കൾ വീട് വെച്ച് നൽകുമെന്നും അറിയിച്ചിരുന്നു. പാലം നിർമ്മാണം നടക്കുകയില്ലെന്ന് കാണിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് CPM. നഗരസഭ നാടിന്റെ വികസനത്തിനൊപ്പമാണ്. പാലം നിർമ്മാണം അടുത്ത റീച്ചിൽ തന്നെ നടക്കുമെന്നും ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ പറഞ്ഞു. വീട് വെക്കുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി ഒരു തടസ്സവും നിന്നിട്ടില്ല. ആ മുനിസിപ്പാലിറ്റി അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും കെട്ടിടം പണിയുന്നതിന് യാതൊരു തടസ്സവും മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല. അവിടുത്തെ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട് വെച്ച് കൊടുത്തു വേണമെങ്കിൽ ആ സ്ത്രീയെ അവിടുന്ന് മാറ്റാമായിരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ത്രീ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചപ്പാത്ത് മുതൽ നെരിയമ്പാറ മുതൽ കട്ടപ്പന വരെയുള്ള അതിൻ്റെ ടെൻഡർ എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 23 നടന്ന ടെൻഡറാണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 22 വരെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിൽ അതിൻ്റെ കാലാവധി തീർന്നു. അതിനുശേഷം അതിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത റീച്ച് എന്ന് പറയുന്നത് കട്ടപ്പന ടു പുളിയമലയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഡർ നടക്കാൻ പോവുകയാണ്.
ആ ടെൻഡറിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പാലത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ അതിന്റെ ടെൻഡർ വീണ്ടും നടക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ പണി തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ പാലം പണിയാതിരിക്കുന്ന ഒരു സാഹചര്യമോ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലവും വീടും ഗവൺമെന്റ് കൊടുക്കുന്ന അതേ പദ്ധതിയിൽപ്പെടുത്തി തന്നെ ഈ സ്ത്രീക്കും വീടും സ്ഥലവും കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് 6 ലക്ഷം രൂപയും അപ്പോൾ 4 ലക്ഷം രൂപ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകുന്ന സന്ദർഭത്തിലാണ് CPM പറയുന്നത്, ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ വരുന്നത്. എന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിക്കാവുന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ ഒരു വാദവുമായി CPM വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നത് ഒരിക്കലും ശരിയായ എന്നൊരു നടപടിയല്ല. മൂന്നാർ MRS സ്കൂളിലും ഹോസ്റ്റലിലും ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായി സബ് കളക്ടർ പറഞ്ഞു. സംഘം സന്ദർശന വിവരങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികളടക്കം പഠനം നടത്തുകയും താമസിക്കുകയും ചെയ്യുന്ന ഇടമാണ് മൂന്നാർ MRS സ്കൂളും ഹോസ്റ്റലും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിലും ഹോസ്റ്റലിലും പരിശോധന നടന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സബ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായും ഇക്കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. മൂന്നാർ MRS സ്കൂളിനെ പറ്റിയിട്ടുള്ള പരാതി ലഭിച്ചിരുന്നു. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അനുബന്ധ സൗകര്യങ്ങളും പോരായ്മകളെ പറ്റിയിട്ട് ഉള്ള പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസർമാരോടൊപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു മിന്നൽ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഉള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പരിശോധന നടത്തിയത്. പരിശോധനയിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് മെയ് 31-നകം അത് പ്രവർത്തന യോഗ്യമാക്കി മാറ്റാമെന്ന് അവിടുത്തെ സൂപ്പറിൻ്റെൻഡൻറ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെയുള്ള സ്റ്റോക്ക് രജിസ്റ്ററും ഫുഡിൻ്റെ രജിസ്റ്ററും അതുമാത്രമല്ല അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മറ്റ് മെറ്റീരിയൽസിൻ്റെ രജിസ്റ്ററും പരിശോധിച്ചു. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറിലേക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും ലെറ്റർ അയച്ചിട്ടുണ്ട്. ഫുഡ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളും സന്ദർശന സംഘം പരിശോധിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കത്തയച്ചിട്ടുള്ളതായും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ബോർഡ് അംഗങ്ങളായ 3 പേർ രാജിവെച്ചു. അഴിമതി സംബന്ധമായ പരാതികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഭരണസമിതി അംഗങ്ങളുടെ രാജി. മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. ക്ഷീരസംഘത്തിലെ അംഗങ്ങൾ എത്തിക്കുന്ന പാലിന്റെ സാമ്പിൾ പ്രസിഡന്റിന്റെ പേരിലാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാരോപിച്ച UDF ഭരണസമിതിക്കെതിരെ ക്ഷീരമിത്ര SHGയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കുൾപ്പെടെ പരാതിയും നൽകിയിരുന്നു. തുടർന്ന് സംഘം പ്രസിഡന്റായ വാവച്ചൻ കൂനാമ്പാറ സ്ഥാനം രാജിവെക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാജിവെച്ചതെന്ന് ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. ക്ഷീരോത്പാദന സംഘം മാട്ടുക്കട്ടിലെ വൻ അഴിമതി ആരോപിച്ച് SHG ക്ഷീരകർഷകർ ഞങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു. ആദ്യം ഞങ്ങളത് പ്രസിഡന്റിൻ്റെ അടുത്ത് ചോദിച്ചു. പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരിക്കലും ഞാൻ അറിഞ്ഞു സാമ്പിൾ പലരുടെ മാറ്റിവെച്ച പ്രസിഡന്റിൻ്റെ പാലിന് നല്ല വില കിട്ടുന്നു. അത് പലരും എന്നെ ചെവിയിൽ എത്തിക്കാനിടയായി. ഞാനത് അന്വേഷിക്കുകയും അത് കറക്റ്റാണെന്ന് അറിയുകയും ചെയ്തു. അതേപോലെ തന്നെ കാലിത്തീറ്റയുള്ള തട്ടിപ്പും വെട്ടിപ്പും പിന്നെ ഓരോ സാമ്പിളുകൾ മാറ്റിവെക്കും. എന്നിട്ട് ഏറ്റവും വില കുറഞ്ഞ പാലിന് പ്രസിഡന്റ് സാമ്പിള് മാറ്റി പ്രസിഡന്റ് നല്ല വില ഈടാക്കുകയും അതിൻ്റെ സർവ്വ റെക്കോർഡിക്കലും ഞങ്ങളുടെ കയ്യിലെത്തി. ആദ്യം ഞങ്ങൾ ഓർത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു. പ്രസിഡന്റ് ചുമ്മാ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നേരായിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് ഈ ഭരണസമിതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലാതെയായി. കാരണം പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് രാജി വെക്കാമെന്ന് പലതവണ പറയുകയും ഞങ്ങൾ 4-5 തവണ ക്ഷമിച്ചു. അതായത് ഇന്നാട്ടെ നാളെ ആട്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങളെ രാജിക്കത്ത് വെച്ചു.
ജോർജ് കുട്ടി കിഴക്കേൽ, ഏഞ്ചൽ രാജേഷ്, ലില്ലിക്കുട്ടി ഹീബർ എന്നിവരാണ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് രാജി സമർപ്പിച്ചത്. 9 അംഗ ഭരണസമിതിയിൽ ഒരാൾ മരിച്ചു പോവുകയും മറ്റു 2 പേർ 1 വർഷമായി സംഘവുമായി സഹകരിക്കാതെ ഇരിക്കുന്നതിനാൽ നിലവിലുണ്ടായിരുന്ന 6 പേരിൽ 3 പേരാണ് രാജിവെച്ചത്. ഈ സാഹചര്യത്തിൽ ഭരണസമിതിയുടെ പിന്തുണ നഷ്ടപ്പെടുകയും നിലവിൽ ഭരണസമിതി പിരിച്ചുവിട്ടേക്കുമെന്ന സൂചനയുമാണ് പുറത്തുവരുന്നത്. കഠിന വരൾച്ച മൂലം പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കട്ടപ്പനയിലെ വിവിധ വരൾച്ചാ ബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചത്. അതിശക്തമായ വരൾച്ചയിൽ പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ 60% കൃഷി ഉണങ്ങിക്കരിഞ്ഞിരുന്നു. ഏലം കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത്. കൂടാതെ കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി ഉൾപ്പെടെയുള്ള നാണ്യവിളകളെയും വരൾച്ച സാരമായി ബാധിച്ചു. ഇതോടെ ഹൈറേഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. 257 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്ന കൃഷിവകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് നാശമെന്ന് നേതാക്കൾ പറഞ്ഞു. അതിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. 50,000-ലേറെ കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട്. 1,62,200 ഹെക്ടർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായി കരിഞ്ഞുണങ്ങി. ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ചാബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം. ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമ്പോൾ മുൻവർഷങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ നടപ്പിലാവാത്ത പാക്കേജിന് പകരം കർഷകർക്ക് ലഭ്യമാകുന്ന പാക്കേജ് വേണം പ്രഖ്യാപിക്കുവാൻ. കൂടാതെ കൃഷിമന്ത്രിയടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായി മാറിയെന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു. നമ്മുടെ ഇടുക്കി ജില്ലയിലെ 60% കാർഷിക വിളകൾ, പ്രത്യേകിച്ചും ഏലം, പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടാകെ കണക്കാക്കുമ്പോൾ 257 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കൃഷി വകുപ്പിൻ്റെ ഒരു കണക്ക്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതിലൊട്ടേറെ മുകളിലാണ്. നമ്മുടെ ഇടുക്കി ജില്ല തന്നെ 50,000 കർഷകരുടേതായിട്ട് നമുക്ക് 157 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായ ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വരൾച്ചാ ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നിപ്പറയുകയാണ്. അതോടൊപ്പം കൃഷി നശിച്ച കർഷകർക്ക് അവർക്ക് പുനർകൃഷിക്കുള്ള സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾക്കുള്ള എല്ലാ സഹായങ്ങളും, ബാങ്കുകളിൽ മൊറട്ടോറിയം അടക്കം അവരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളുവാനുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി സർക്കാർ കർഷകർക്ക് സഹായം എത്തിക്കാൻ ഇടപെടൽ നടത്തണം. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ബാങ്ക് വായ്പകളിൽ പലിശയിളവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണം. പുനർകൃഷിക്ക് വേണ്ട സഹായങ്ങൾ കർഷകരിൽ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വള്ളക്കടവ്, പുളിക്കത്താഴെ മാത്തച്ചൻ, വെള്ളിയാങ്കുളം ബോബൻ, കോഴിക്കോട് ദേവസ്യാച്ചൻ, കളരിക്കൽ സാബു, വണ്ടകത്തിൽ ജോയിച്ചൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് സംഘം സന്ദർശിച്ചത്. കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, ഷജിമോൾ ഷാജി, PJ ബാബു, KD രാധാകൃഷ്ണൻ നായർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം. റോസ് ഗാർഡന് സമീപം കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത്. കടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTV തകർത്ത ശേഷമായിരുന്നു മോഷണം നടത്തിയത്. ഒരാഴ്ചക്കിടയിൽ ഇത് 4ാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത്. മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് മൂന്നാർ റോസ് ഗാർഡന് സമീപം രാജയുടെ ഉടമസ്ഥതയിലുള്ള വഴിയോര വിൽപ്പനശാലയിൽ മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോഷ്ടാവിന്റെ ദൃശ്യം കടയ്ക്കുള്ളിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ഇത്തവണ മോഷ്ടാവ് CCTV തകർത്ത ശേഷമാണ് മോഷണം നടത്തിയത്. CCTV തകർക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം വ്യാപാരികൾ തിരിച്ചറിയുന്നത്. കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ മോഷ്ടിച്ചു. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. രാത്രി 2:30 മണി വരെ ഒരു സംഭവമില്ലായിരുന്നു. 2:30 മണി കഴിഞ്ഞിട്ടാണ് ഈ ക്യാമറ വന്ന് കള്ളൻ തള്ളി പൊട്ടിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പതിയാത്ത രീതിയിലുള്ള പണിയാണ് അവർ ചെയ്തേക്കുന്നത്. ഈ വെല്ലുവിളി ഞങ്ങളുടെ ഉള്ള വഴിയോര കടക്കാർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നിട്ടും, ഇത്രയും പത്രമാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നിട്ടും
പോലീസെ കൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആ കള്ളം പറയുന്നതായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ കച്ചവടം ഞങ്ങളെ കൊണ്ട് കടം മേടിച്ച് നടത്തുന്ന അളവ് ഞങ്ങൾ നടത്താൻ പറ്റാത്ത രീതി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഞങ്ങൾ കൂലിപ്പണി ചെയ്യാൻ ഞങ്ങൾ കടന്നു പോകും. പക്ഷേ ഈ തിരുടന്മാർ ഇത് തുടർച്ചയായിട്ട് ഇത് നടന്ന് ചെയ്തുകൊണ്ടേ പോകും. അപ്പം ഇത്രയും എവിഡൻസ് പോലീസുടെ കയ്യിൽ കൊടുത്തിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ തിരിച്ചും അത് തന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഈ കള്ളന്മാരെ പോലീസ് ശ്രദ്ധയോടുകൂടി അവരെ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധം മൂന്നാർ സ്റ്റേഷനിന് മുമ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് 4ാം തവണയും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത് 7ാം തവണയുമാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത്. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മോഷ്ടാവിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിൽ റോഡിന്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരമായി. തൊടുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലുണ്ടായിരുന്ന കലുങ്ക് പൊളിച്ചു പണിയാനും തീരുമാനമായി. മലയോര ഹൈവേയുടെ ഭാഗമായി ചപ്പാത്തിൽ റോഡിന്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ വേണ്ടത്ര ധാരണയില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നുള്ള ആക്ഷേപം ശക്തമായി. ഉയരം കൂട്ടിയാൽ ടൗണിൽ ഉണ്ടാകാൻ പോകുന്ന വെള്ളക്കെട്ടിനെ സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ നേതൃത്വത്തിൽ ടൗണിലെ വ്യാപാരികളെ വിളിച്ചുകൂട്ടി ചർച്ചകൾ നടത്തിയത്. നിലവിൽ 100 വർഷം പഴക്കമുള്ള കലുങ്ക് പൊളിച്ചു പണിയാനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കനാൽ നിർമ്മിക്കാനും തീരുമാനമായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചപ്പാത്ത് നരിയമ്പാറ റീച്ചിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുകയും ചപ്പാത്ത് ടൗണിനോടനുബന്ധിച്ചുള്ള കലുങ്കിന്റെ നിർമ്മാണം നടത്തുന്നതിന് ഇന്നിവിടെ കൂടിയ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിന്റെ വീതി എന്ന് പറയുന്നത് 12 മീറ്ററാണ്. 9 മീറ്റർ ടാറിങ്ങും 2 സൈഡിലും കൂടെ 1.5 വെച്ച് ഐറിഷും കൂടെ ചേർത്ത് തന്നെയുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പണി നടത്തപ്പെടുന്നത്. നിലവിൽ റോഡ് ഉയരം കൂട്ടിയാൽ അക്ഷയ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാവുക. ചപ്പാത്ത് ടൗണിൽ വേണ്ടത്ര ധാരണയില്ലാതെ റോഡ് പണികൾ നടക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് നിലവിൽ പുതിയ കലുങ്ക് നിർമ്മിക്കാൻ തീരുമാനമായത്. കൂടാതെ പാലത്തിന്റെ വശങ്ങളിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കട്ടപ്പന പുളിയന്മല റോഡിൽ വാഹനത്തിന്റെ ഡീസൽ ചോർന്നതോടെ 5ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളാണ് ഡീസലിൽ തെന്നി മറിഞ്ഞത്. അപകടത്തിൽ അണക്കര മുണ്ടക്കൽ ജിത്തു MR, വേങ്ങത്താനം കല്ലിശ്ശേരിയിൽ ടോം ഷാജി എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡീസൽ ചോർന്നതോടെ ഇതുവഴി എത്തിയ കൂടുതൽ വാഹനങ്ങൾ മറിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡിൽ പടർന്നു പിടിച്ച ഡീസൽ കഴുകിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയും പരിസരങ്ങളും CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ശുചീകരണ പ്രവർത്തനം ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. CITU കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയും പരിസരവുമാണ് ശുചീകരിച്ചത്. ആശുപത്രിയിലേക്കുള്ള പാതയോരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും കാടുപടലങ്ങളും നീക്കം ചെയ്തു. ഒപ്പം ആശുപത്രിയുടെ വിവിധ കെട്ടിടങ്ങളും കഴുകി വൃത്തിയാക്കി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം മാത്രമല്ല നാടിന്റെ പൊതുവായ കാര്യങ്ങളിലും CITUവിന്റെ ഇടപെടൽ എക്കാലവും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതോടൊപ്പം ഇപ്പോൾ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളായിരുന്നു. അതിനെതിരായുള്ള യോജിച്ച ക്യാമ്പയിനും പ്രക്ഷോഭവും രാജ്യത്ത് സംഘടിപ്പിച്ചു വരികയാണ്. അതിനോടൊപ്പം തന്നെ CITU സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രദേശങ്ങളിലും ഓഫീസുകളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തുക, അതുപോലെ തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും വിവിധ സെമിനാറുകൾ പൊതുയോഗങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് CITUവിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പം വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം, കുളങ്ങളും കിണറുകളും എല്ലാം ശുദ്ധീകരിക്കുക, അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളായ ആശുപത്രികൾ, സ്കൂളുകൾ അടക്കമുള്ള പൊതുസ്ഥാപനങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി അതെല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ CITU പ്രവർത്തകർ ഏർപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. CITU ഏരിയ സെക്രട്ടറി MC ബിജു, പ്രസിഡന്റ് ടോമി ജോർജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി, KN ബിനു, ലിജോബി ബേബി, MP ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള വ്യക്തി വ്യാപാരികൾക്കും നാട്ടുകാർക്കും തലവേദനയാകുന്നു.
വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വണ്ടിപ്പെരിയാർ ടൗൺ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരൻ നാട്ടുകാർക്കും വ്യാപാരികൾക്കും തലവേദനയാകുകയാണ്. രാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിക്കുന്ന പാൽ ഉൾപ്പെടെയുള്ളവ ഇയാൾ എടുത്തുകൊണ്ടുപോവുകയാണ്. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ഇവിടെ എത്തുന്നവരെയും ഇയാൾ ശല്യം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ടൗണിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. നടുറോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതും പതിവാണ്. ഇതോടെയാണ് വ്യാപാരികളും നാട്ടുകാരും ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മാസക്കാലത്ത് കൂടുതലായിട്ട് വണ്ടിപ്പെരിയാർ ടൗണിൽ ഒരു മാനസിക രോഗി തിരിയുന്നുണ്ട്. ചെറുപ്പക്കാരനാണ്. അവൻ എവിടെ നിന്ന് വന്നതാണെന്ന് ഒന്നും ആർക്കും അറിയത്തുമില്ല. അവൻ ചില സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാത്ത പക്ഷം അവൻ വൈലൻ്റാകുകയും കടകളിൽ കയറി സാധനങ്ങൾ ചോദിക്കുക, ഇല്ലാത്തവർ തല്ലിപ്പൊട്ടിക്കാൻ പോവുക. ഇത് സംബന്ധിച്ച് പോലീസിലും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചിട്ടും ഇയാളുടെ ശല്യം തുടരുകയാണ്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ഉപ്പുതറ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ലയൺസ് 318C ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപ്പുതറ പുതുപ്പറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ജില്ലയിലെ ഏക മോഡൽ ക്ലബ്ബായ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയാണ് ഉപ്പുതറ ക്ലബിനെ സ്പോൺസർ ചെയ്തത്. ക്ലബിന്റെ ആദ്യ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ റോയി വർഗീസ് നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നന്നായിട്ട് മെമ്പേഴ്സിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രിക്റ്റ് ഇതിൻ്റെ പുറത്ത് ലയൺ ഈ വർഷത്തെ മാർക്കറ്റിംഗ് ചെയർപേഴ്സണും അടുത്ത ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത വർഷത്തെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ലയൺ പ്രൊഫസർ സാംസൺ ഏറ്റവും ബെസ്റ്റ് ട്രെയിനറാണ്. ഏറ്റവും നല്ല രീതിയിൽ ലയണിസം അരച്ച് കലക്കി കുടിച്ച ആളാണ്. സാംസൺ ഓറിയൻറ്റേഷൻ തന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ക്ലബിന്റെ വരുന്ന വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ പ്രൊഫസർ സാംസൺ തോമസ് നിർവഹിച്ചു. സജിൻ സ്കറിയ, വിജയ് തോമസ്, രാജേഷ് വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകുന്ന ഭാരവാഹികളാണ് സ്ഥാനമേറ്റത്. ഹൈറേഞ്ച് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ലയൺസ് റീജിയൺ 1-ലെ 14ാമത് ക്ലബ്ബാണ് ഉപ്പുതറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സോൺ ചെയർമാൻ KC ബൈജി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, സാംസൺ തോമസ്, ജോസഫ് പുതുമന, സജിൻ സ്കറിയ, MM ജോസഫ്, ശ്രീജിത്ത് ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ ഏൽപ്പിച്ച് നാടിന് മാതൃകയായി 3 കുട്ടികൾ. ഇടുക്കി ഉപ്പതോട് സ്വദേശികളായ ജെറിൻ ജോമോൻ, ചില്ലാറ്റിക്കൽ ഗൗതം കൃഷ്ണ, മഞ്ചേഷ് കല്ലിങ്കൽ, ആദിത്യൻ ഷിജി, കരിക്കാമറ്റത്തിൽ എന്നിവരാണ് സത്യസന്ധതയ്ക്ക് മാതൃകയായി മാറിയത്. ഇവരെ പ്രതിഭാഗീയ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. വിദേശത്തു നിന്നും അവധിക്കെത്തിയ ഉപ്പുതോട് പുന്നത്താനത്ത് സോണിയയുടെ 1.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കഴിഞ്ഞ ദിവസം കളഞ്ഞു പോയിരുന്നു. പലയിടത്തും തിരിഞ്ഞെങ്കിലും ഇവർക്ക് മാല കണ്ടെത്താനായില്ല. ഇതിനിടെയാണ് പിന്നീട് അതുവഴി വന്ന ഉപ്പുതോട് നിവാസികളായ ചില്ലാറ്റിക്കൽ ജെറിൻ ചോമോൻ, കല്ലിങ്കൽ ഗൗതം കൃഷ്ണ, മഞ്ചേഷ്, കരിക്കാമറ്റത്തിൽ ആദിത്യൻ ഷിജി എന്നീ വിദ്യാർത്ഥികൾക്ക് വഴിവെക്കിൽ നിന്നും സ്വർണ്ണമാല ലഭിക്കുന്നത്. തുടർന്ന് മാല ലഭിച്ച വിവരം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സമീപവാസിയുമായ പ്രജിനി ടോമിയെ കുട്ടികൾ അറിയിച്ചു. വഴിയിൽ നിന്നും ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കാൻ കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ അഭിനന്ദിക്കുന്നതിനു വേണ്ടിയാണ് ഉപ്പുതോട് പ്രതിഭാ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത്. ഇതിനു മുമ്പും ആദരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പൊരിക്കല് വെള്ളത്തിൽ വീണ 2 കുട്ടികളെ രക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മളിവിടെ വെച്ച് മെമ്മന്റോയെ കൊടുക്കുകയും ഇതുപോലെ ഒരു ആദരവ് സംഘടിപ്പിക്കുകയും ചെയ്തു. അത് 10 വർഷത്തിന് മേലെയായി എന്ന് തോന്നുന്നു അല്ലേ? ഇത് തീർത്തും നമ്മള് അവരെ ശരിക്കും അനുമോദിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ കുഞ്ഞേട്ടൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതിയാണ് കുഞ്ഞേട്ടൻ ഇവിടെ പറഞ്ഞത്. ചെറുപ്പക്കാരായവരെല്ലാവരും ഈ നാട്ടിൽ നിൽക്കാതെ നാട് വിട്ട് ഓടുകയാണ് എന്ന് പറയുന്നത് ശരി.
പ്രതിഭ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം ജോസഫ് അധ്യക്ഷനായിരുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി മുഖ്യ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നി ബെന്നി, അങ്കണവാടി വർക്കർ ലൂസി സിസി, പ്രതിഭാ സെക്രട്ടറി ടോമി വേലംകുന്നേൽ, തോമസ് കുഴിയംപ്ലാവിൽ, രാജു മുപ്പാത്ത, സാന്റോ നെല്ലേടത്ത്, സോജി ജോൺ, ഗ്ലാഡീസ് സാന്റോ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന വള്ളക്കടവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി സന്തോഷ് കെ കിഴക്കേമുറിയെയും സെക്രട്ടറിയായി അനു കെ കണിയാമ്പറമ്പലിനെയും തെരഞ്ഞെടുത്തു. ജെയ്സൺ വണ്ടകത്തിൽ, തോമസ് ദേവസിയ വാലുമേൽ, ആന്റോ പൊട്ടനാനി, രാജേഷ് കല്യാണി രഞ്ജിത്ത്, ജോസ് PV, പുഷ്പ രാജു എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. അഴുത ബ്ലോക്ക് LSGD സബ് ഡിവിഷനിൽ നിന്നും വിരമിക്കുന്ന KM ഉഷാനന്ദന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പീരുമേട് ABG ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 26 വർഷക്കാലമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി സ്തുത്യർഹ സേവനമനുഷ്ഠിക്കുകയും സർവീസിന്റെ അവസാന കാലഘട്ടത്തിൽ അഴുത ബ്ലോക്ക് LSGD സബ് ഡിവിഷനിൽ നിന്നും വിരമിക്കുന്ന KM ഉഷാനന്ദനാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. 1998 കട്ടപ്പനയിലായിരുന്നു ഉഷാനന്ദൻ ഇടുക്കി ജില്ലയിൽ സേവനം ആരംഭിക്കുന്നത്. ജീവനക്കാർക്കും കരാറുകാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ഉഷാനന്ദന് പീരുമേട് ABG ഹാളിൽ ഒരുക്കിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷനായിരുന്നു. യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് യാത്രയയപ്പ് സമ്മേളനത്തിൽ എന്നോട് പങ്കെടുക്കണമെന്ന് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു യാത്രയയപ്പ് സമ്മേളനം നടക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കാരണം അത്രമാത്രം മാനസികമായി ഒരു ബന്ധവും അടുപ്പവും ഞാനും അദ്ദേഹവുമായി വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം അദ്ദേഹം നാളെ 31-ാം തീയതി റിട്ടയർമെന്റ് കാലാവധി അവസാനിക്കുമ്പോൾ കഴിഞ്ഞ 26 വർഷക്കാലത്തെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനിക്കാം, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഫയൽ പോലും പെൻഡിങ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ചേംബറിൽ കരാറുകാരുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ പോലും പെൻഡിങ് ഉണ്ടാകാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹത്തിന് സ്നേഹോപഹാരങ്ങൾ കൈമാറി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ അരവിന്ദൻ, KN സന്തോഷ്, ഷാജി കുരിശുമൂട, സെബാസ്റ്റ്യൻ പത്യാല, KN രാധാകൃഷ്ണൻ, LSGD അഴുത ബ്ലോക്ക് ഡിവിഷൻ ജീവനക്കാരായ എൽദോസ് വർഗീസ്, മെറിൻ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി തോമസിന് യാത്രയയപ്പ് നൽകി. വണ്ടൻമേട് SHO ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് സജി തോമസ് ജോലിയിൽ നിന്നും പടിയിറങ്ങുന്നത്. വണ്ടൻമേട് SHO ഷൈൻകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തികളെയും നമ്മളധികം അത്രയും അറ്റാച്ച്ഡ് ആയ വ്യക്തികളെ കുറെ കാലം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്നത് പലപ്പോഴും നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്തൊക്കെ തന്നെ ആയിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു SI എന്ന നിലയിലല്ല, തീർച്ചയായിട്ടും അവർ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കുറേ വ്യത്യാസങ്ങൾ വരുന്നത്. ഞാൻ അവർ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള അതിനകത്ത് റാങ്ക് വൈസ് അല്ലാതെ അവർ പറയുന്ന ഓരോ വാക്കും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും വളരെ കുറച്ച് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. അതെല്ലാം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേഷൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട് ഒരുപാട് സന്തോഷം. സജിക്ക് റിട്ടയർമെന്റ് ലൈഫ് ഒരുപാട് സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സജി തോമസിന് ഉപഹാരങ്ങളും നൽകി. തുടർന്ന് മറുപടി പ്രസംഗം നടത്തി. പിന്നെ വണ്ടൻമേട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സസ്പെൻഷൻ കഴിഞ്ഞ ഇനിഷ്യേറ്റ് ചെയ്തു, പ്രമോഷൻ കിട്ടി ജോയിൻ ചെയ്തു, എല്ലാം വണ്ടൻമേട് സ്റ്റേഷൻ. അവിടുന്ന് തന്നെ ഒന്ന് റിട്ടയർ ആകാൻ ചെയ്തത് മറ്റേത് നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എനിക്ക് ഇത്ര പ്രൗഢഗംഭീരമായ ഒരു യാത്രയിൽ പോകുന്നതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. SIമാരായ ABP മാത്യു, വിനോദ് കുമാർ, മഹേഷ് P, റിട്ടയർഡ് SI ജയചന്ദ്രൻ നായർ, ബാബു ഡൊമിനിക്, വീണ R, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
അയ്യപ്പൻകോവിൽ പരപ്പിൽ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പരപ്പ് വികാസ് ഭവനിൽ വെച്ചാണ് 50ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. LKG മുതൽ +2 വരെയുള്ള തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ബാഗുകളും കുടകളും അടങ്ങിയവ വിതരണം നടത്തിയത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെതായ ഒരു തിരക്കിനിടയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക്, ഒരു വീട്ടിൽ 1, 2, 3 കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ബാഗ് വാങ്ങിക്കണം, യൂണിഫോം വാങ്ങണം, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന വളരെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കാലത്തിൽ കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ വികാസ് യോജനയുടെ ഭാഗമായിട്ട് സീഡ് സൊസൈറ്റിയുടെയും ഈ ഒരു NGO യൂണിയൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ 50% സബ്സിഡിയോട് കൂടിയാണെങ്കിൽ പോലും നമുക്ക് വളരെ സഹായകരമായിട്ടാണ് ഇന്നിവിടെ ഈ സ്കൂൾ കിറ്റ് വിതരണം നടത്തപ്പെടുന്നത്. വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നാഷണൽ NGO കോൺഫെഡറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ, ഫാദർ പ്രിൻസ് ജോയി, മറ്റ് NGOയുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ SSLC, ഹയർ സെക്കൻഡറി, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 66 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കഴിഞ്ഞ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി പഠനത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന അനുമോദന യോഗവും അവാർഡ് ദാനവും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത്, കേരളത്തിലെ സർവകലാശാലകൾ, ആ സർവകലാശാലകളെ വികസിത രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന സർവകലാശാലയുടെ ഏകോപനം ഉണ്ടാവണം. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, വികസിത രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം, സമഗ്രമായ മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സർവകലാശാലകളുടെ മാറ്റം വരുത്താനുള്ള നിലപാട് സ്വീകരിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ഗവർണറെ മാറ്റി, ഗവർണറുടെ പരമാധികാരത്തിൽ നിന്ന് മാറ്റി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തെ 2025 എത്തുമ്പോൾ നമ്മുടെ വികസിത രാജ്യങ്ങളിൽ. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റിച്ചി മുക്കാട്ട്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MJ ജോൺ, ഷെർലി ജോസഫ്, VN പ്രഹ്ലാദൻ, ജിൻഡു ബിനോയി, ജോസ് തൈച്ചേരിയിൽ, ബീന സണ്ണി, NR അജയൻ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു, വൈസ് ചെയർപേഴ്സൺ ജെസി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KV ആന്റണി കാച്ചപ്പള്ളി, സെക്രട്ടറി KK ജയ്മോൻ, MV ജോർജ്, ബിനോയ് വർഗീസ്, പഞ്ചായത്ത് സെക്രട്ടറി ബ്രൈറ്റ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP ഉപ്പുതോട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയ സ്കൂൾ വർഷ ആരംഭത്തോടനുബന്ധിച്ച് പഠിക്കുന്ന കുട്ടികളിൽ ഉണർവും വ്യക്തിത്വ വികാസവും നേടുവാൻ ലക്ഷ്യമിട്ട് SNDP ഉപ്പുതോട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. ഉപ്പുതോട് SNDP ശാഖാ ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ യൂണിയനുകളും ശാഖകളും രാജ്യമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലെ ആരംഭിക്കുന്നതിന് ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്നതിന് മുമ്പ് പ്രധാന ശിഷ്യന്മാർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും നമ്മുടെ യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാന്റെ ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെ മൈസൂരിൽ പറഞ്ഞുവിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് സംഘടനാ പ്രവർത്തനത്തിൽ പറഞ്ഞുവിട്ടത്. ശാഖായോഗം പ്രസിഡന്റ് സീമോൻ മനത്താനത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷിജു കൊല്ലമ്മാവടി, വൈസ് പ്രസിഡന്റ് സിന്ധു വിജയൻ, സുധാകരൻ കൈപ്പടയിൽ, സുദർശനൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി SNDP യൂണിയൻ വൈദിക സമിതി അംഗം പ്രമോദ് ചാന്ദികളുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന വ്യക്തിത്വ വികസന സെമിനാറിൽ മനഃശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷകനായ ഡോക്ടർ ഇക്ബാൽ ക്ലാസ് നയിച്ചു. കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കട്ടപ്പന മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിശ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തിയത്. SSLC, +2 വിജയിച്ച വിദ്യാർത്ഥികൾക്കുമായി തുടർ പഠനത്തിനും തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചും മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലക്കവല നാഷണൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ PN വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്നൊരു പഠനം പൂർത്തിയായ SSLC കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഏത് വിഷയം എടുക്കണം, ഏതിലേക്ക് പോകണം എന്ന് ഇന്ന് മിക്ക കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അറിയില്ലാത്തൊരവസ്ഥയാണ്. ഏതെടുത്താൽ നമുക്കൊരു ജോലി സാധ്യത, ഏത് പഠിച്ചാൽ നമുക്കൊരു ജോലി സാധ്യത, നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ഓരോ പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ കുട്ടികളും പാസ്സാകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ നല്ലൊരു ഉന്നതങ്ങളിൽ മക്കളെ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് കുഞ്ഞുങ്ങളിൽ ഓരോ പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകുന്നത്. MG യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഫാക്കൽറ്റി ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. ITLC പ്രസിഡന്റ് TS ബേബി, ലൈബ്രറി പ്രസിഡന്റ് PP ഫിലിപ്പ്, നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടം, സരസ്വതി വിദ്യാപീഠം പ്രിൻസിപ്പൽ അനീഷ് KS, അമ്പലക്കവല ബാലവേദി പ്രസിഡന്റ് സംഗീത് ബാബു എന്നിവർ സംസാരിച്ചു. കട്ടപ്പന പാറക്കടവ് അങ്കണവാടിയിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവ് അങ്കണവാടിയിൽ നിന്നും 16 കുട്ടികളാണ് അങ്കണവാടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. നഗരസഭാ കൗൺസിലർ ജോയി ആനത്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എങ്ങനെയാണോ പ്രയത്നിക്കുന്നത് അത് കണ്ടാണ് നമ്മളുടെ മക്കള് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത അമ്മമാരെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, നാടിനും വീടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വരണമെങ്കിൽ അമ്മമാരെ നമ്മൾ ദൈവത്തെ ഓർത്ത് ഒരു അധ്യാപകരുടെ പോലും കുറ്റങ്ങളും കുഞ്ഞുങ്ങളുടെ കേൾക്കെ പറയരുത്. അധ്യാപകരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെയാണ്. കുറ്റങ്ങളും കുറവുകളും ഉള്ള സാഹചര്യം അവരെ സംബന്ധിച്ച് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ വീട്ടിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായി വരുന്ന അധ്യാപകർ കാണും. അതിനിടയിലായിരിക്കും ചില കുട്ടികൾ വഴക്കുണ്ടാക്കുന്നത്. അപ്പം അവരെ ഒന്ന് എന്താ പറയുന്നത്, വഴക്ക് പറയുകയോ തല്ലിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര അധ്യാപകരെയാണ് നമ്മൾ ഓരോരുത്തരും ഇരുന്ന് കുറ്റം പറയുന്നത്. അത് നമ്മളുടെ മക്കൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ തന്നെ പറയാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അങ്കണവാടിയിൽ നിന്നും പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് മൊമെന്റോ നൽകി. റിട്ടയേർഡ് SI KV വിശ്വനാഥൻ, ADS പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, CDS അംഗം മഞ്ജു ജോസഫ്, ലത K, ഷൈബി TV എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കട്ടപ്പന മേട്ടുക്കുഴി ജനകീയ സമിതിയുടെയും മേട്ടുക്കുഴി SHGകളുടെയും ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച 4 മണിക്ക് അനുമോദിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രിക വസന്തം എന്ന നാടകത്തിലൂടെ KC ജോർജ് കട്ടപ്പന മികച്ച നാടകകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 2ാം തവണയാണ് KC ജോർജിന് മികച്ച നാടക രചയിതാവിനുള്ള അവാർഡ് ലഭിക്കുന്നത്. 2010 ഓച്ചിറ സരികയുടെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെയാണ് KC ആദ്യമായി സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയത്. സ്കൂൾ പഠനകാലത്താണ് ജോർജ് നാടകരംഗത്തെത്തുന്നത്. നടനായാണ് അരങ്ങേറ്റം. പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന ഹൈസ എന്ന അമച്വർ നാടക സമിതിക്ക് രൂപം നൽകി. ഈയിടെ അന്തരിച്ച നാടകനടൻ MC കട്ടപ്പനയാണ് നാടകത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. ഹൈസയ്ക്ക് ശേഷം നിസ്തുല, കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ്, സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകമെഴുതി. 2005 ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് എത്തുന്നത്. 2010 ഓച്ചിറ സരികയുടെ തന്നെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. ഏഷ്യാനെറ്റ്, സൂര്യ, മഴവിൽ മനോരമ, സി തുടങ്ങിയ വിവിധ ചാനലുകളിലായി സീരിയലുകൾ എഴുതി. ഓച്ചിറ സരികയ്ക്ക് വേണ്ടിയുള്ള പറന്ന് എന്ന നാടകത്തിന്റെ രചനയിലാണ് ഇപ്പോൾ KC ജോർജ്. കട്ടപ്പനയിലാണ് താമസം. ബീനയാണ് ഭാര്യ. ജെറോം, ജെറിറ്റ് എന്നിവർ മക്കളാണ്. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 265, വിൽപ്പനയ്ക്ക് വന്നത് 76,877, വിൽപ്പന നടന്നത് 75,439, കൂടിയ വില 3,308, ശരാശരി വില 2,310. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 620 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 950, കൊക്കോ 140, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,670 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ്. രോഗസാധ്യത കൂടിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശം. കട്ടപ്പന 20 ഏക്കർ പാലവുമായി ബന്ധപ്പെട്ട CPM നഗരസഭയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്നതിൽ നഗരസഭ അന്തിമ തീരുമാനമടക്കമെടുത്തിരുന്നു. പാലം നിർമ്മാണം നടക്കുകയില്ലെന്ന് കാണിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് CPM എന്നും ജോയി വെട്ടിക്കുഴി. മൂന്നാർ MRS സ്കൂളിലും ഹോസ്റ്റലിലും ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. പരിശോധന നടന്നത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി. കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായി സബ് കളക്ടർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ബോർഡ് അംഗങ്ങളായ 3 പേർ രാജിവെച്ചു. ഭരണസമിതി അംഗങ്ങളുടെ രാജി അഴിമതി സംബന്ധമായ പരാതികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.